ഹലോ ഗെയ്സ്, നമ്മുടെ എഫ് സി മൊബൈലിലുള്ള ടോപ്പ് 10 GK കാർഡ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇതെൻ്റെ ഒപ്പീനിയനാണ്. ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടോപ്പ് 10 വന്നേക്കുന്ന ഗെയ്സ് നമ്മളെ മിലങ്കോവിച്ച് സാവിച്ചിൻ്റെ കാർഡാണ്. പുള്ളിയുടെ ഒട്ടുമിക്ക കാർഡ് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ടോപ്പ് 10 സെലക്ട് ചെയ്ത പുള്ളിയുടെ ഈ കാർഡാണ്. ഇനിയിപ്പോൾ പുള്ളിയുടെ ഈ കാർഡിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഏത് കാർഡാണെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സൊക്കെ വരുന്ന കാർഡാണ് മിലങ്കോവിച്ച് സാവിച്ചിൻ്റെ. ആൻഡ് നമ്മളെ ടോപ്പ് 9 വരുന്നത് ലെവ്യാഷിൻ്റെ കാർഡാണ് ഗെയ്സ്. ആക്ച്വലി ലെവ്യാഷിൻ്റെ കാർഡ് കിടിലൊരു കാർഡാണ്. മീൻസ് ആ ഒരു ടൈമിൽ ബാലൻഡിയോറിൻ്റെ ആ ഒരു ടൈമിൽ കിടിലൻ പോലെ എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്ന, മീൻസ് എല്ലാവരും എടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കാർഡായിരുന്നു. അവിടെ ഞാൻ ടോപ്പ് 9 എന്തായാലും ലെവ്യാഷിൻ്റെ കാർഡിന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ടോപ്പ് 8 വന്നേക്കുന്ന നമ്മുടെ വാണ്ടസാറിൻ്റെ കാർഡാണ്. ഓക്കെ, വിൻ്റർ വണ്ടറിൻ്റെ സമയത്ത് ഒരു കിടിലം പോലെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാർഡായിരുന്നു നമ്മളുടെ വാണ്ടസാറിൻ്റെ കാർഡ്. കിടിലൻ സ്റ്റാറ്റ്സൊക്കെയാണ് വരുന്നത് ആൻഡ് കിടിലൻ കാർഡ് തന്നെയാണ് ഗെയ്സ്. എന്തുകൊണ്ടും ടോപ്പ് 8 ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ടോപ്പ് 7 ആരാന്ന് നോക്കുവാണെങ്കിൽ ഗെയ്സ്, ഒട്ടുമിക്ക ആൾക്കാർ എടുത്തും ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. നമ്മുടെ ആ ടോട്ട്സിൻ്റെ ആ ഒരു സമയത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. എനിക്കും കിട്ടിയിരുന്നു. ആൻഡ് ഞാൻ കുറേ കളിപ്പിച്ച കാർഡാണ്. ആൻഡ് കിടിലൻ കാർഡാണ് ഗെയ്സ്. കുറേ പേരുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട് ഈ കാർഡ്. ആൻഡ് ഇതൊരു കിടിലൻ കാർഡായതുകൊണ്ട് തന്നെ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ ടോപ്പ് 6 വരുന്നത് ഗെയ്സ് നമ്മുടെ സ്കെമൈക്കലിൻ്റെ കാർഡാണ്. ആക്ച്വലി ഞാൻ ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്ന കാർഡാണ്. ആൻഡ് ടോപ്പ് 6 കൊടുക്കാൻ കാരണം ഇതിനെക്കാട്ടും കൂടുതൽ കിടിലൻ പോലത്തെ കാർഡ്സ് വേറെ ഉണ്ട്. ആക്ച്വലി ഞാൻ പിച്ചിൽ എടുത്ത ആകെ ഒരു കാർഡ് ഇതാണ്. കിടിലൻ സ്റ്റാറ്റ്സ് വരുന്നുണ്ട്. കിടിലൻ ഒരു ഗോൾ കീപ്പർ കാർഡ് തന്നെയാണ് സ്കെമൈക്കലിൻ്റെ കാർഡ്. ഓക്കെ, ആൻഡ് നമ്മുടെ ടോപ്പ് 5 വരുന്നത് ഗെയ്സ് ജിജി ബുഫോണിൻ്റെ കാർഡാണ് ഗെയ്സ്. ടോട്ട്സിന് സമയത്തും അത്യാവശ്യം നല്ല തരംഗമായിട്ടുള്ള കാർഡായിരുന്നു ബുഫോണിൻ്റെ കാർഡ്. ഓക്കെ, നല്ല ലക്കുള്ള ആൾക്കാർക്കൊക്കെ കിട്ടിക്കാണാൻ നേരത്തെ. ആൻഡ് കുറേ പേരുടെ സ്കോഡിൽ ഇപ്പോഴും കാണുന്നുണ്ട് ബുഫോണിൻ്റെ കാർഡ്. ആൻഡ് ആക്ച്വലി ഇത് ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. ഓക്കെ, ആൻഡ് നമ്മളെ ടോപ്പ് 4 വരുന്നത് ആരാന്ന് നോക്കുവാണെങ്കിൽ വേറെ ആരുമല്ല, പീറ്റർ ചെക്കിൻ്റെ കാർഡാണ് ഗെയ്സ്. പീറ്റർ ചെക്കിൻ്റെ കാർഡ് എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൊരസ്കേലിയുടെ കാർഡായിരുന്നു എക്സ്ചേഞ്ച് അടിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് കിടിലൻ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ കിടിലൻ കാർഡ് തന്നെയാണ് ഗെയ്സ് പീറ്റർ ചെക്കിൻ്റെ കാർഡ്. അണ്ടർ റേറ്റഡ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കിടിലൊരു കാർഡായതുകൊണ്ട് തന്നെ ഞാൻ ടോപ്പ് 4 കൊടുത്തത് എന്തായാലും പീറ്റർ ചെക്കിൻ്റെ കാർഡിനാണ്. ആൻഡ് നമ്മളെ ടോപ്പ് 3 വരുന്നത് ഗെയ്സ്, നിങ്ങൾക്ക് ഗസ് ചെയ്യാം, ഇത് ഡൊണാറുമയുടെ കാർഡാണ് ഗെയ്സ്. മീൻസ് ഫസ്റ്റത്തെ വീക്കിൽ വന്നിട്ട് മീൻസ് ഹയസ്റ്റ് റേറ്റഡ് കാർഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഡൊണാറുമേൻ്റെ കാർഡായിരുന്നു ഗോൾ കീപ്പർ കാർഡ്സ് വെച്ച് നോക്കുവാണെങ്കിൽ. ആൻഡ് കിടിലൻ പോലത്തെ ഒരു കാർഡ് തന്നെയായിരുന്നു. പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴും ടോപ്പ് 3 എന്തുകൊണ്ടും നിൽക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഡൊണാറുമയുടെ കാർഡ്. ഓക്കെ, ആൻഡ് ടോപ്പ് 2 വരുന്നത് ഈസ് നമ്മളെ മാനുവൽ ന്യൂയറിൻ്റെ കാർഡാണ്. ആക്ച്വലി ഇത് സ്റ്റോറിലില്ല എന്ന് തോന്നുന്നു, എക്സ്ചേഞ്ചിലുണ്ട്. എക്സ്ചേഞ്ചിൽ എടുത്തവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, കിടിലൻ സ്റ്റാറ്റ്സ് വരുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. നമ്മൾ അടുത്ത് ഏത് പൊസിഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കിടിലൻ ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്, സ്ട്രൈറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് നമ്മളെ ടോപ്പ് 1 വന്നേക്കുന്ന ഈസ് വേറെ ആരുമില്ല, നമ്മളെ ഇക്കർ കസിലാസിൻ്റെ പുതിയ കാർഡാണ് ഈസ് നമ്മുടെ ലലീഗ ടോട്ട്സിൽ വന്നേക്കുന്നത്. അതിന് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ആൻഡ് നമ്മൾ അടുത്തൊരു കിടിലൻ പൊസിഷൻ നോക്കിയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഗെയ്സ്.